മലപ്പുറം കൊണ്ടോട്ടിയിൽ അനധികൃത ഗ്യാസ് വിൽപ്പന. കൊട്ടൂക്കര എസ് എ ഓട്ടോ LPG പമ്പിലാണ് വിൽപ്പന. 2000 രൂപ നിരക്കിൽ 1000-ലധികം ആളുകൾക്കാണ് ഇന്നലെ സിലിണ്ടർ ഫിൽ ചെയ്ത് നൽകിയത്. നിലവിൽ വാഹനങ്ങൾക്ക് നിറയ്ക്കാൻ മാത്രമാണ് ഇവിടെ അനുമതിയുള്ളത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, പാചകവാതക ക്ഷാമം ഉണ്ടാകുമ്പോൾ ഇത്തരം ചില അനധികൃത ഇടപാടുകൾ കൂടി ശ്രദ്ധയിൽപ്പെടുകയാണ്. എന്താണ് മലപ്പുറത്ത് സംഭവിച്ചത്? ജിൽസി, കൊണ്ടോട്ടി കൊട്ടൂക്കരയിലാണ് ഇത്തരത്തിൽ അനധികൃതമായി ഗ്യാസ് സിലിണ്ടറിൽ വാണിജ്യ ആവശ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ ഗാർഹിക ആവശ്യങ്ങൾക്കുമുള്ള സിലിണ്ടർ ഇരട്ടി തുകയ്ക്ക് ഇത്തരത്തിൽ വിൽപ്പന നടത്തിയിട്ടുള്ളത്. കൊണ്ടോട്ടിയിലെ കൊട്ടൂക്കര എസ് എ ഓട്ടോ LPG പമ്പിലാണ് ഇത്തരത്തിൽ വിൽപ്പന നടത്തിയത്. ഇന്നലെ രാവിലെ മുതലാണ് ഈ വിൽപ്പന ആരംഭിച്ചിരുന്നത്. 100 കണക്കിന് ആളുകൾ ഈ വിവരം അറിഞ്ഞ് ഇവിടെ എത്തുകയും LPG വാങ്ങി പോവുകയും ചെയ്തിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പുലർച്ചെ 4 മണി മുതൽ തന്നെ ആളുകൾ വന്ന് ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കോഴിക്കോട് ജില്ലയിൽ നിന്നടക്കം ആളുകൾ ഇങ്ങോട്ടേക്ക് വരികയും ഗ്യാസിനായി ക്യൂ നിൽക്കുകയും വലിയ തരത്തിലുള്ള ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഇത് വലിയ തരത്തിൽ പുറത്തറിയുകയും ആളുകൾ അറിയുകയും പിന്നീട് പോലീസ് എത്തുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ ഗ്യാസ് ഫില്ലിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് അനധികൃതമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അനധികൃതമായി ഇത്തരത്തിൽ ഗ്യാസ് ഫില്ല് ചെയ്യാൻ കഴിയില്ല എന്ന് പോലീസ് അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇത് ഫില്ലിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് ഈ പമ്പ് ഉടമകൾ അറിയിക്കുന്നത്. വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാനുള്ള അനുമതിയാണ് ഈ പമ്പിനുണ്ടായിരുന്നത്. എന്നാൽ ആ അനുമതി വെച്ച് ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഫില്ല് ചെയ്ത് നൽകുകയായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 100-ലധികം സിലിണ്ടറുകൾ ഇത്തരത്തിൽ ഫില്ല് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഇന്നും സമാനമായ രീതിയിൽ ഫില്ല് ചെയ്ത് നൽകാനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ ഈ വിവരം പുറത്തറിഞ്ഞതോടെ പോലീസ് മറ്റുള്ളവരൊക്കെ ഇടപെട്ട് ഇപ്പോൾ ഈ ഫില്ലിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. ജിൽസി, ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.